വന്യജീവി ശല്യം രൂക്ഷമാണെന്ന പരാതി മലയോരത്തും താഴ്വാരത്തും ഇന്ന് പുതുമയല്ല. പക്ഷേ വീട്ടുവളപ്പിൽ പോലും സ്വസ്ഥമായി ഇറങ്ങാൻ കഴിയാത്ത ഗതി പാമ്പുകൾ ഉണ്ടാക്കുമ്പോഴോ? കഴിഞ്ഞ ഏതാനും നാളുകളായി എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പാമ്പുകളുടെ ശല്യമാണ്. പെരുമ്പാമ്പ് മുതൽ രാജവെമ്പാല വരെയുണ്ട് ഈ കൂട്ടത്തിൽ. പാമ്പുകളെ കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മലയോരത്തിന്റെ മലഞ്ചെരുവിൽ മലമ്പാമ്പും രാജവെമ്പാലയൊന്നും പുതുമുഖങ്ങളല്ല. പക്ഷേ പുരയിടത്തിൽ ഇവർ പൊറുതി തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതിയിലേക്ക് മാറിയത് പൊതുജനമാണ്. ഭൂതത്താൻകെട്ട് തട്ടേക്കാട് മേഖലകളിൽ, മലയാറ്റൂർ വനമേഖലയുടെ വിവിധയിടങ്ങളിൽ, പെരിയാറിൻ്റെ തീരത്ത്, അങ്ങനെ ചുരുക്കം ഇടങ്ങളിൽ അത്ര ചുരുക്കമല്ലാത്ത കണ്ട പാമ്പുകൾ ഇന്ന് ജനവാസ മേഖലയിലുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് 4 രാജവെമ്പാലകളെയും 7 പെരുമ്പാമ്പിനെയും 2 അണലിയെയും നിരവധി മൂർഖം പാമ്പിനെയുമാണ് പിടികൂടിയത്. വേനൽക്കാലത്ത് കരിയിലകൾക്കടിയിലോ ഈർപ്പമടങ്ങിയ ഇടങ്ങളിലോ അഭയം തേടിയ ഉരകങ്ങൾ മഴക്കാലത്ത് പുരയിടങ്ങളിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. വീട്ടുമുറ്റത്തും വിറകുകൾക്കിടയിലും പുൽത്തൊട്ടിയിലും പാമ്പിനെ കാണുന്നതും പതിവാണ്. എന്താണ് കാരണം? ഇത് പെരുകാനുള്ള കാരണം നമുക്ക് മലവെള്ളത്തിൽ വന്ന് 2018 ശേഷമാണ് നമുക്ക് ഇവിടെ പാമ്പുകളുടെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതിനുശേഷം വന്ന ഈ ഒഴുക്കിലൊക്കെ വന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിപ്പെട്ട പാമ്പുകൾ അവിടെ തന്നെ ഇട്ട് മുട്ടയൊക്കെ വിരിഞ്ഞ് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി ഇവിടെ തന്നെ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയിരിക്കാം. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം അതിന് 2018 ശേഷമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പാമ്പുകൾ കണ്ടുവരുന്നത്. റബ്ബർ കൃഷി ഉണ്ടായിരുന്ന ഇടങ്ങളിൽ പെട്ടെന്ന് കൈതച്ചക്ക കൃഷി തുടങ്ങിയത് ചേര മുതൽ മൂർക്കൻ വരെയുള്ള പാമ്പുകൾക്ക് ശരണാലയമായി. മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ പെരുമ്പാമ്പുകൾക്ക് യഥേഷ്ടം മുട്ടയിടാനും വളരാനും നാട്ടുംപുറം സൗകര്യമായി. ഇരയെ കിട്ടാനും പതുങ്ങിയിരിക്കാനും പലപ്പോഴും ജനവാസ മേഖല അനുഗ്രഹമാണ്. വളർത്തുപക്ഷികൾ, എലി തുടങ്ങിയവയും സുലഭം. എന്നാൽ പാമ്പിനെ പിടിക്കാനെത്തുന്ന പരിശീലനം ലഭിച്ചവർ അത്ര സുലഭവുമല്ല. അതുകൊണ്ട് തന്നെ ഭയന്ന് വിറയ്ക്കുന്ന മണിക്കൂറുകൾക്ക് ജീവന്റെ വിലയാണ്. പിടികൂടുന്ന വിഷപ്പാമ്പുകളെ സമീപത്തെ വനത്തിൽ തുറന്നു വിടുന്നതോടെ വനം വകുപ്പിന്റെ ദൗത്യവും കഴിഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന പാമ്പിനെയെല്ലാം ഉൾക്കാട്ടിലെങ്ങോ കൊണ്ടുപോയി തുറന്നു വിടുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അടുത്ത മലവെള്ളപ്പാച്ചിലിന് മുമ്പ് ഇവയെല്ലാം തിരിച്ച് ജനവാസ മേഖലയിൽ തന്നെ എത്തും. ഭയം വീണ്ടും നിറയും. എന്തായാലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന ക്ലീഷേ ഡയലോഗ് മാത്രമാണ് തൽക്കാലം പറയാൻ നിവർത്തി. ക്യാമറാമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.